ആയിട്ട് വണ്ടി വേണോ ഇത് ഓടാൻ എന്നുള്ളതാണ്. പേഴ്സണൽ റിസ്കിൽ ഓടുക ലീഗൽ ആണോ എന്നുള്ളതാണ്. റാപ്പിഡോ റൈഡർ ആവാൻ അല്ലെങ്കിൽ റാപ്പിഡോയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ആവാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ എന്തൊക്കെ കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ റാപ്പിഡോ ഓടാം. ലെറ്റ്സ് എൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പാർട്ട് ടൈം ജോബ് ഇന്ന് എല്ലാവർക്കും ഏതൊരു ഫ്രഷർക്കും അല്ലെങ്കിൽ ഒരു ബൈക്കുള്ള ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട് ടൈം ജോബിന്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, റാപ്പിഡോയിനെ കുറിച്ചാണ്. ഈ ഇടയ്ക്ക് കുറച്ച് വിവാദമൊക്കെ ആയിരുന്നു, എന്നാലും നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തൊക്കെ കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ റാപ്പിഡോ ഓടാം, അതിനു മുന്നേ എന്താണ് റാപ്പിഡോ, പിന്നെ ഇത് ഓടണമെങ്കിൽ എന്തൊക്കെ വേണം, ബൈക്ക് വേണമെന്ന് നമുക്കറിയാം, എന്നാലും ബാക്കി എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2015 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് റാപ്പിഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി അവർ ലോജിസ്റ്റിക് മിനി ട്രക്കൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലേറ്റർ ഓൺ അവർ ബൈക്ക് ടാക്സിയിലേക്ക് മൂവ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അവരുടെ ബൈക്ക് ടാക്സി മാത്രമല്ല, ടാക്സീസ് അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ട്രക്സും കാര്യങ്ങളും ഒക്കെ ഇന്നും അവൈലബിൾ ആണ്. പക്ഷെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളതും നമുക്ക് അറിയാവുന്നതും ബൈക്ക് ടാക്സീസ് ആണെന്നുള്ളത് മാത്രം. അപ്പോൾ ഈ ഇടയ്ക്ക് കൊച്ചിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി, ഈ ഇടയ്ക്കല്ല കുറച്ചായി. അപ്പോൾ ഒരു റാപ്പിഡോ റൈഡർ ആവാൻ അല്ലെങ്കിൽ റാപ്പിഡോയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ആവാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് വേണം. 2010 ശേഷം ഇറങ്ങിയിട്ടുള്ള, ഐ മീൻ 2010 ശേഷം രജിസ്ട്രേഷൻ ഉള്ള ഒരു ബൈക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 2 ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരിക്കണം. കാരണം ആൻഡ്രോയിഡ് ഫോൺ എടുത്തു പറയാൻ കാരണം iOS അവരുടെ ആപ്ലിക്കേഷൻ കിട്ടില്ല. ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു റാപ്പിഡോ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ iOS കിട്ടത്തില്ല. അപ്പോൾ റാപ്പിഡോ ഓടാൻ വേണ്ട, അതായത് റാപ്പിഡോ ബൈക്ക് ടാക്സി ഓടാൻ വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, ഒരു ബൈക്ക് ഉണ്ടായിരിക്കണം, 2010 ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം, വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാപ്പിഡോയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് റാപ്പിഡോ ഓടാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലൈസൻസ് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ RC ബുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ആധാർ ഓർ പാൻ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു 3 ഡോക്യുമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ പൊല്യൂഷനും കാര്യങ്ങളും ഒന്നും ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ ചോദിച്ചില്ല, കാരണം ഞാൻ ജസ്റ്റ് അതിന്റെ സൈറ്റിൽ നോക്കിയപ്പോൾ അവർ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ പേഴ്സണലി ഇത് രജിസ്റ്റർ ചെയ്ത് നോക്കി. ആക്ച്വലി ഞാനിപ്പോൾ ഒരു ക്യാപ്റ്റൻ ആണ്, ഞാൻ ഇതുവരെ റൈഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പൊല്യൂഷനും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് ലീഗൽ ആണോ എന്നുള്ളതാണ്. ആക്ച്വലി അതിനൊരു ഡയറക്റ്റ് ആൻസർ ഇല്ല, കാരണം ഇപ്പോഴും അതിന്റെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇല്ലീഗൽ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ലീഗൽ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെ അറിയാലോ, നമ്മളിത് ഓട്ടോ എടുക്കുമ്പോഴത്തേനും ഇപ്പോൾ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴത്തേനും ഓട്ടോ ചേട്ടന്മാരുണ്ടാവും, വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ തന്നെ റിസ്കിൽ ഓടുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഓടുന്ന 2-3 ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ചിലയിടത്ത് പോകുമ്പോഴത്തേനും അവർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാരണം ഈ നമ്പർ പ്ലേറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് റീസെന്റ് അറിയായിരിക്കും. വെള്ള നമ്പർ പ്ലേറ്റ് വെച്ച് ഓടാൻ പാടില്ല, അതുപോലെ ബൈക്ക് ടാക്സീസ് അത് ഇല്ലീഗൽ ആണെന്നും ഗ്രഹിക്കുന്നു. കുറെ പാർട്ടീസും കാര്യങ്ങളൊക്കെ അതിനെ എതിർക്കുന്നു. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ റിസ്കിൽ ഓടുക. ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ കറക്റ്റ് ആയിട്ടൊരു ആൻസർ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കോൺട്രവേഴ്സി, ലീഗൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ എന്നുള്ളതിന് കറക്റ്റ് ആയിട്ടൊരു ആൻസർ ഇതിനകത്ത് നിലവിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തരാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റാപ്പിഡോ ക്യാപ്റ്റൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനകത്ത് കണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും, ഈവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നുമില്ല, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം ഒരു ബൈക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു 90% ആൺകുട്ടികളുടെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 2 വീലർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട്, അത്ര വലിയ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാലും തെറ്റില്ലാത്തൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് റാപ്പിഡോ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നല്ലൊരു ഇനീഷ്യേറ്റീവ് കൂടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം, നമുക്ക് അത്യാവശ്യം ചിലവിനുള്ള കാശ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയൊക്കെ ഇനി വരും കാലങ്ങളിൽ നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ, എന്തായിരിക്കും അതിന്റെ ഭാവി എന്നുള്ളതൊക്കെ. എന്നാലും ബാംഗ്ലൂരൊക്കെ ഇത് ഒത്തിരി നാൾ മുന്നേ, നിങ്ങൾ ബാംഗ്ലൂരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ബാംഗ്ലൂരൊക്കെ ഒത്തിരി നാൾ മുന്നേ ഉള്ളൊരു പ്രസ്ഥാനമാണ് ഈ റാപ്പിഡോ എന്ന് പറയുന്നത്. കേരളത്തിൽ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, മെയിനായിട്ട് കൊച്ചിയാണ് ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്കിതിനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഫോൺ നിർബന്ധമാണ്. കാരണം iOS-ൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊരു ആൻഡ്രോയിഡ് ഫോണിൽ റാപ്പിഡോ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ചെന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. എങ്ങനെ നമുക്കത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓരോ സ്ക്രീനും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്ത് പോകാവുന്നതാണ്. ഈവൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ ആദ്യത്തെ തന്നെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നുള്ള ഒത്തിരി ലാംഗ്വേജസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് ഇംഗ്ലീഷാണ്. അതിനുശേഷം അടുത്തൊരു ഇന്റർഫേസ് വരുന്നത് സ്റ്റാർട്ട് ഡ്രൈവിംഗ് എന്നുള്ള പറയുന്നത് സ്ക്രീനിൽ കാണുന്ന ഒരു ഇന്റർഫേസ് ആണ്. അതിനകത്ത് നിങ്ങൾ സ്റ്റാർട്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പേഴ്സണൽ ഫോൺ നമ്പർ ഇതിനകത്തിട്ട് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏത് സിറ്റിയിലാണ് നിങ്ങൾക്ക് ഇത് റൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ എനിക്ക് തോന്നണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ കൊച്ചിയിൽ മാത്രമേ ഇത് നിലവിലുള്ളൂ. അപ്പോൾ കൊച്ചി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സിറ്റി കൺഫേം ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ നമ്പർ കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു ഇന്റർഫേസ് വരുന്നത്. പിന്നെ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ്. ഇതിനകത്ത് അണ്ടർ വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇവർ പറയുന്നത് 10 മിനിറ്റ് എടുക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ചെയ്തപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു 2 ദിവസം എടുത്തായിരുന്നു. അപ്പോൾ 2 ദിവസം എടുത്തിട്ട് ഇത് ആക്റ്റീവ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. പിന്നെ എനിക്കൊരു ബാംഗ്ലൂരിൽ നിന്നൊരു കോൾ വന്നു. അവരത് ശരിയാക്കി തരുവാണ് ചെയ്തത്. അവരത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ശരിയാക്കി തന്നു, എൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടി വേണോ ഇത് ഓടാൻ എന്നുള്ളതാണ്. സ്വന്തമായിട്ട് വണ്ടി വേണ്ട. കാരണം ഞാൻ എൻ്റെ പേരിലുള്ള വണ്ടിയല്ല, ഈ നമ്പർ അല്ല ഞാൻ രജിസ്റ്റർ ചെയ്തത്, വേറെ ആളുടെ പേരിലുള്ള നമ്പറാണ്. എന്നിട്ടും എൻ്റെ രജിസ്ട്രേഷൻ ഓക്കെ ആയി, എനിക്കിപ്പോൾ ഓടാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതുവരെ ട്രിപ്പ് എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസോടെ അറിയാനായിട്ട് നമുക്കൊരു ട്രിപ്പ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ വെറുതെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, ഈ സ്റ്റുഡൻസ് ഒക്കെ ആയാലും ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് ഓടാവുന്നതാണ്. കിലോമീറ്ററിന് 7 രൂപ വെച്ചാണ് ഇതിന് കിട്ടുന്നത്. ഞാനത് കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും ആ ഡീറ്റെയിൽസ് ആണ് അവർ ഷെയർ ചെയ്തത്. പിന്നെ നമ്മുടെ ഊബറൊക്കെ ഓടുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തായിട്ട് പോയി കഴിഞ്ഞാൽ അവിടം വരെയുള്ള ചാർജാണ് തന്നത്. നമുക്ക് പിന്നെ അവിടുന്ന് വേറെ ഓട്ടം കിട്ടി നമ്മൾ തിരിച്ചു വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെട്രോളിന് പൈസ എടുത്തിട്ട് തിരിച്ചു വരേണ്ടത് വരും. ആ ഒരു രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആക്സസിബിൾ. കാരണം ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു 2 വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, മറ്റേ ഡെലിവറി ജോബ് പോലത്തെ അല്ല, കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ ആളെ വെക്കുന്നു, കൊണ്ടുവിടുന്നു, ആ ഒരു ഇതായതുകൊണ്ട്. ഡെലിവറി ജോബ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ സാധനം നമുക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കണം, കൊടുക്കണം, അങ്ങനെയുള്ള വള്ളിക്കെട്ടുകളൊന്നും ഇതിനകത്തില്ല. എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ബേസിക് ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എനിക്ക് കൊച്ചി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. കൂടുതൽ ലൊക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യുക. പാർട്ട് ടൈം ജോബൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ